ഉണ്ണി ബാലകൃഷ്ണൻ 2 മിനിറ്റ് 8 സെക്കൻഡാണ് വെട്ടിമാറ്റിയത്. 24 കട്ടുകളാണുള്ളത്. അതിൽ പല കട്ടുകളിൽ 7 കട്ടുകൾ സിനിമയിലെ വില്ലൻ്റെ പേരുകൾ മ്യൂട്ട് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 4ഓളം കട്ടുകൾ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇതൊരു മുന്നറിയിപ്പാണോ? ഇതൊരു ചെറിയ മുന്നറിയിപ്പൊന്നുമല്ല കേട്ടോ, ഇത് അതിശക്തമായ മുന്നറിയിപ്പാണ്. ഇത് ഈ എമ്പുരാന് സംഭവിച്ച ഈ 24 വെട്ടുണ്ടല്ലോ, അത് കേരളത്തിനേറ്റ 24 വെട്ടാണ് എന്ന നിലപാടുകാരനാണ്, അഭിപ്രായക്കാരനാണ് ഞാൻ പറയട്ടെ. ഇന്നിപ്പോൾ ഈ നോക്കൂ, ഈ വെട്ടിയ ഭാഗങ്ങൾ എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ NIAയുടെ നെയിം പ്ലേറ്റ് എടുത്ത് മാറ്റുന്നു, NIA എന്ന പേരുച്ചരിക്കുന്നിടത്ത് മ്യൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന വില്ലൻ്റെ പേര് ബജ്രംഗിയിൽ നിന്ന് ബൽരാജ് എന്നാക്കുന്നു, അതേപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ മാറ്റുന്നു, മതചിഹ്നങ്ങൾ എല്ലാം എടുത്ത് കളയുന്നു. ഈ നിലയ്ക്ക് വളരെ കൃത്യമായ വെട്ടാണ് നടന്നിരിക്കുന്നത്. ഈ വെട്ടെല്ലാം സ്വമേധയാ എമ്പുരാൻ ടീം നടത്തിയതാണ് എന്ന് വിചാരിക്കാൻ തക്ക വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. ഇത് വളരെ ക്ലിയർലി ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരോ അണിയറയിൽ നിന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1, 2, 3, 4 എന്നിങ്ങനെ 24 വെട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ സ്വമേധയാ നടത്തിയ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. ആരാണ് ആ നിർദ്ദേശം കൊടുത്തത് എന്നത് പ്രത്യക്ഷമല്ല. പക്ഷേ അണിയറയിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമയെ അക്ഷരാർത്ഥത്തിൽ കത്തിവെച്ച് നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ചെറിയ മുന്നറിയിപ്പായി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ഗാന്ധിജിയുടെ കൊച്ചുമകൻ്റെ മകൻ ഈ തുഷാർ ഗാന്ധി ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വന്നൊരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിന് ശേഷം ഒരു ചെറിയ ആൾക്കൂട്ടം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയുണ്ടായി. എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്? സംഘപരിവാർ ഇന്ത്യയുടെ ആത്മാവിൽ പിന്നെ വിഷം കലർത്തിയ പ്രസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ തുഷാർ ഗാന്ധിയെ ഒരു ചെറിയ ആൾക്കൂട്ടം വളഞ്ഞു വെക്കുകയും മാപ്പ് പറയണമെന്ന് പറയുകയും പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ അന്ന് അത് ചർച്ചയ്ക്കെടുത്തിരുന്നല്ലോ. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതൊരു ചെറിയ ആൾക്കൂട്ടമാണ് എങ്കിൽ കൂടിയും അതൊരു ചെറിയ സൂചനയായിരുന്നില്ല, അത് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ് നമ്മൾ അന്ന് വിലയിരുത്തിയത്. ആ വലിയ വിപത്താണ് കേരളത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. ഒരു അധികാര കേന്ദ്രവും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, ശരിയാണ്. ഏത് അധികാര കേന്ദ്രമാണ് ആരോട് എന്ത് നിർദ്ദേശം പറഞ്ഞു തെളിയിക്കാൻ കഴിയില്ല, ഒന്നും പ്രത്യക്ഷമല്ല. പക്ഷേ പ്രശ്നം എന്താ? ആൾക്കൂട്ടമാണ് ഇതിന് പിന്നിൽ നിന്ന് എന്നുള്ളതാണ്. എപ്പോഴും ഫാസിസം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. ആൾക്കൂട്ട ഭീതി സൃഷ്ടിക്കുന്നു. ആ ആൾക്കൂട്ട ഭീതി സൃഷ്ടിച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതൊക്കെ സിനിമകൾക്കെതിരെ എന്തെല്ലാം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു സിനിമ റീ എഡിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? 24 വെട്ടുകയാണ്. 24 വെട്ടുന്നതിന് കാരണമായി പറയുന്നത് എന്താണ്? ഒരു വിഭാഗത്തെ അത് വേദനിപ്പിച്ചു എന്നാണ്. ആ വിഭാഗം ആരാണ്? ആ വിഭാഗം ഒരാൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം കേവലം ഒരാൾക്കൂട്ടമല്ല, ആ ആൾക്കൂട്ടത്തിൻ്റെ പിറകിലെ ഒരു വലിയ അധികാര ശക്തിയുണ്ട്. അതാണ് പ്രശ്നം. വലിയൊരു അധികാര ശക്തി പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ആൾക്കൂട്ടത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം പ്രതിഷേധവുമായി വരുന്നു. ആ ഭീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കലാപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കൂട്ടം കലാപ്രവർത്തകർക്ക് അവരുടെ കലാസൃഷ്ടിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു എന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് അനുഗുണമാണോ എന്ന് ആലോചിക്കണം. ആൾക്കൂട്ട ഭീതി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ശക്തിയെ നമ്മൾ ഭയക്കേണ്ടി വരുന്നു. കാരണം എന്താണെന്നറിയോ? ആ അധികാര ശക്തി ഏതറ്റം വരെയും പോകും, നിങ്ങളെ എങ്ങനെയും പീഡിപ്പിക്കും. ഇതാണ് പ്രശ്നം. അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ എത്ര പ്രതിപക്ഷ നേതാക്കളെ ഏതൊക്കെ കേസുകളിൽ കുടുക്കി. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയല്ല 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശക്തിയുള്ള, ഒരു ധാർമ്മിക പ്രശ്നവുമില്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു അധികാര ശക്തി പിന്നിലുണ്ട് എങ്കിൽ ആ അധികാര ശക്തിയുടെ മുന്നണി പോരാളികളായിട്ട് വരുന്ന ആൾക്കൂട്ടങ്ങളെ ആളുകൾ ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊട്ടും തന്നെ അഭികാമ്യമായ സാഹചര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ ഇങ്ങനൊരു ചരിത്രമില്ലെന്നേ. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് അത് റീ എഡിറ്റ് ചെയ്ത് അത് വെട്ടിക്കണ്ടം തുണ്ടമാക്കിയിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ഓർമ്മയിലില്ല. ഇനിയിപ്പോൾ എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അഥവാ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതൊട്ടും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ മതത്തിനെതിരായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, അത് ഏത് കലാസൃഷ്ടിയാണെങ്കിലും, അത് കഥയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, നോവലായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ഞാൻ അതിനെ എതിർക്കണം. ഏതൊരു കലാസൃഷ്ടിക്കും അകത്ത് അതിൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ടാകും. ആ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കണമെന്നില്ല, നിങ്ങൾ യോജിക്കണമെന്നില്ല, നമുക്ക് വിയോജിക്കാമെന്നേ. അങ്ങനെ ആരോഗ്യപരമായി വിയോജിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യാം. അങ്ങനെ എത്രത്തോളം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടെന്നേ. 1980 ഭഗവാൻ കാലുമാറുന്നു എന്നൊരു നാടകം KPSC ഇറക്കിയായിരുന്നു. ആ നാടകം കേരളത്തിൽ സുഖമായി കളിക്കാൻ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ, അതായത് ഹിന്ദുത്വവാദികളായിട്ട് അന്ന് നിലയെടുത്തിട്ടുള്ള ആളുകൾ അനുവദിച്ചു.
അനുവദിച്ചിരുന്നില്ല. പക്ഷേ കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ നാടകം കളിച്ചില്ലേ? കടിയാവൂരൻ രാമേന്ദ്രൻ എഴുതിയ നാടകമാണ് ഭഗവാൻ കാലുമാറുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നാടകമായിരുന്നു. നിർമാല്യം പോലും സിനിമയുണ്ടായ ഭാഷയല്ലേ ഇത് നമ്മുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്, ഒറ്റക്കെട്ടായി നിന്ന് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഇപ്പോൾ കീഴടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. എങ്ങനെ കീഴടങ്ങേണ്ടി വരുന്നു? ഒരാൾക്കൂട്ടം രംഗത്തിറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ആ ആൾക്കൂട്ടത്തിന് പിന്നിൽ അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അതിശക്തമായ ഒരു അധികാരിയോ ഒരു അധികാര ശക്തിയോ ഉണ്ടായിരിക്കുന്നു. അതൊരു ചെറിയ ഭീഷണിയായിട്ട് നമ്മൾ കാണണ്ട. അതുകൊണ്ട് ഇത് കേരളത്തിനേറ്റ 24 വെട്ടുകളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ മുന്നറിയിപ്പല്ല, ഇതൊരു വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള വലിയൊരു ഭീഷണിയെക്കുറിച്ചുള്ള സൂചനയാണ് എന്ന് മാത്രമല്ല, തുടർച്ചയായിട്ടല്ലേ ഓർഗനൈസർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം എഴുതിയല്ലോ ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് RSS എന്ന് പറഞ്ഞാൽ എന്താണെന്നേ, സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം RSS ആണ്. ആ RSSന്റെ മുഖപത്രമാണ് നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്കെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് മാറുമെന്ന്. എന്തായിരുന്നു ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്? കൃത്യമായി ക്രിസ്ത്യൻ സമുദായത്തോട് ആഹ്വാനം നടത്തിയ ഓർഗനൈസർ എന്താണ് ആഹ്വാനം നടത്തിയത്? നോക്കൂ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ വിശ്വാസത്തെയും ഈ സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങളുടെ ശാന്തത ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് എഴുതിയതേ. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? സീറോ മലബാർ സഭ പത്രക്കുറിപ്പിറക്കി. സീറോ മലബാർ സഭ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ വികാരത്തെയും വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മെമ്മറിയിൽ അങ്ങ് പോകും. എമ്പുരാൻ റോൾ വഹിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട് RSSും സംഘപരിവാറും ആരംഭിക്കാൻ പോകുന്ന വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണെന്നേ ഇത്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പുതിയൊരു ലേഖനം വന്നിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആരാണ് തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് ഏത് വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നു. ഒരു മതത്തിന് മാത്രമായിട്ട് ലോകത്ത് എവിടെയും തീവ്രവാദം ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെയൊന്നും ആരും പറഞ്ഞ് മുന്നേറുകയും വേണ്ട. ഒരു മതവിഭാഗം മാത്രമായിട്ട് ലോകത്തിൽ തീവ്രവാദം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ ഇങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി എന്താ? സിനിമ കാശ്മീർ ഫയൽസ് എന്താ? അങ്ങനെയാണ് കാശ്മീർ ഫയൽസ് എന്താണ് കാണിച്ചത്? കേരള സ്റ്റോറി എന്താ കാണിച്ചത്? അങ്ങനെ പല വിഷയങ്ങളിൽ പല വിഭാഗങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം എടുത്തോ, ക്രിസ്ത്യൻ തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിക തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഹിന്ദു തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? എല്ലാ മതവിഭാഗങ്ങളിലും തീവ്രവാദ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ ഹോളോകോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വീക്ഷണങ്ങൾ, ഓരോ കലാസൃഷ്ടികളും മുന്നോട്ട് വയ്ക്കും. ആ വീക്ഷണങ്ങളെ നിങ്ങൾ ജനാധിപത്യപരമായി ഉൾക്കൊള്ളാൻ പഠിക്കണം. അല്ലാതെ അതിനെ അധികാരം ഉപയോഗിച്ച് അമർച്ചുകയല്ല വേണ്ടത്. ഇവിടെ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനെ അംഗീകരിച്ചിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിനെ അംഗീകരിക്കാത്തത് പോലെ തന്നെയാണ് ബജ്റംഗ് ദളിനെ അംഗീകരിക്കാത്തത്. ഈ പറയുന്ന നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എനിക്ക് തോന്നുന്നു 1999 ഒരു പാതിരിയെയും 2 മക്കളെയും നിർത്തി കത്തിച്ചിട്ടുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് എന്നാ പേര് ആ പാതിരിയുടെ. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ ബജ്റംഗ് ദൾ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ബജ്റംഗ് ദളിന്റെ നേതാവിനെ പിടിച്ച് ജയിലിൽ വന്നു. വാജ്പേയി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ബജ്റംഗ് ദളിന്റെ നേതാവിനെ പിടിച്ച് അകത്തിടേണ്ടി വന്നത്. അപ്പൊ ഏത് തീവ്രവാദത്തെയും നമ്മൾ എതിർക്കുന്നു. പക്ഷേ നിങ്ങളൊരു കലാസൃഷ്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്നത് അതിനെ വെട്ടി തുണ്ടമാക്കിക്കൊണ്ടാകരുത്, മറിച്ച് ആരോഗ്യപരമായ ചർച്ച നടത്തിക്കൊണ്ടാകണം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ CPM-കാരനാകാൻ ഒരാൾക്ക് അധികാരമുണ്ട്, കോൺഗ്രസ് ആകാൻ ഒരാൾക്ക് അധികാരമുണ്ട്, എന്നതുപോലെ തന്നെ BJP ആകാൻ ഒരാൾക്ക് അവകാശമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ പാർട്ടി വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കണം. അതിന് ജനാധിപത്യം പുലരണം. അതിന് പകരം ഭീഷണിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ഭീകരതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഏത് നീക്കത്തെയും തകർക്കണം. പണ്ട് എന്താ പറയുക, ഒരു ഹിറ്റ്ലറിന്റെ കാലത്ത് ഒരു കവിതയുണ്ടല്ലോ, അവസാനം വാതിൽ മുട്ടിയപ്പോൾ ഞാൻ മാത്രമായിരുന്നു, അല്ലേ? നീൽ മുള്ളറിന്റെ കവിതയുണ്ട്. എന്താണ്? ഈ തൊഴിലാളികളെ കൊന്നു, അപ്പോൾ ഞാൻ തൊഴിലാളിയല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവർ ജൂതന്മാരെ കൊന്നു, അപ്പോൾ ഞാൻ ജൂതനല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഹിറ്റ്ലറിന്റെ ഫാസിസ്റ്റ് കാലത്ത് ഒരു കവിതയുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇതിനെ അങ്ങോട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, നാളെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമില്ലാത്തൊരു ജനതയായിട്ട് നമ്മൾ മാറും. അങ്ങനെ മാറാൻ കേരളം നിന്നു കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 24 വെട്ടുണ്ടല്ലോ, എമ്പുരാനിൽ സംഭവിച്ച 24 വെട്ട്, ഓരോ മലയാളികളും ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് കേരളത്തിനേറ്റ 24 വെട്ടാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ വിധേയപ്പെടുന്ന ഒരു സമൂഹമാകരുത്, നട്ടെല്ലുയർത്തി നിൽക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിവർന്നു നിൽക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. Meet the editors.